സമയം രാവിലെ 5 മണി. പ്രിയമുള്ള കലാസ്നേഹികളെ, വെൽക്കം ടു മൈ പുതിയ വീഡിയോ. ഇന്നിപ്പോ വെള്ളിയാഴ്ച ഗൈസ്, നമുക്ക് രാവിലെ തന്നെ ക്രിക്കറ്റ് കളി ഉണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പേര് കൊടുത്തിട്ട് പോകാത്തതിൽ എല്ലാവർക്കും ഭയങ്കര വിഷമമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച പോവാന്ന് വെച്ചു. എന്താ ചെയ്യാ, അച്ചോട്ട് അല്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. ലേറ്റ് ആയെങ്കിൽ എന്താ, നമ്മളെ പിക്ക് ചെയ്യാൻ റഷീക്ക് വന്നു, വണ്ടി കയറി നേരെ വിട്ടു ഗ്രൗണ്ടിൽ. അതിന്റെ ഇടയിൽ നമ്മളെ സ്വന്തം പ്ലെയറായ സഞ്ജുവിനെ നമ്മൾ വഴിയിൽ നിന്ന് ഇറക്കി വിട്ടു. പക്ഷേ ഓനൊന്ന് കളിയെ ടീമിലാണ് നമ്മളെ റോയൽ ചലഞ്ചേഴ്സ്. അതല്ല ചലഞ്ചേഴ്സ് പറഞ്ഞു, അതാണ് പേര്. നമുക്കാണെങ്കിൽ 2 ടീമുണ്ട്, എ ടീം ഒന്ന് ബി ടീം. നമ്മളൊന്ന് കളിക്കാൻ പോണ ബി ടീമിലാണ്. നമ്മൾ കിട്ടില്ല ടീമാണ് എന്തായാലും. എ ടീമായാലും ബി ടീമായാലും അടിപൊളി ടീമാണ്. ഞങ്ങളോണ്ട് പറയല്ല. നിങ്ങൾക്ക് ഒരു കാര്യം അറിയും, വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിലത്തെ ക്രിക്കറ്റ് കളിനെ പറ്റിയാണ്. നാട്ടിലെ ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഇൻട്രസ്റ്റ് ഒന്നും നമ്മൾ ക്രിക്കറ്റ് കളിക്കുള്ളൂ. ഇതിനൊക്കെ ആളെ കിട്ടാനും കുറച്ച് ടാസ്ക് ആണ്. ഫുട്ബോൾ കളിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയിലും ഒഴിവുള്ള ദിവസം കറക്റ്റായിട്ട് ക്രിക്കറ്റ് കളി നടക്കണമെന്നില്ല. ഒരു കാര്യത്തിൽ നമ്മളെ ബഹ്റിനിലത്തെ പ്രവാസികൾ അടിപൊളിയാണ്. എല്ലായിടത്തെ കാര്യം നമുക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രവാസികൾ എങ്ങനെ ബൈദുബായി ഞാനൊരു പ്രവാസിയായി മാറിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് നമ്മളെ വീട്ടുകാരെ കുറിച്ചുള്ള ആലോചന. അതിന്റെ ഇടയിൽ കൂടെ വർക്കുന്നുണ്ടാണോ പ്രഷറും. വർക്കിന്റെ പ്രഷർ ഉള്ളവരായിട്ട് ഉദ്ദേശിച്ചത്. എനിക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാവണം നമ്മളെ പോലത്തെ പ്രവാസികൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ടൈമാണ് ഈ വീക്കെൻഡിലെ ക്രിക്കറ്റ്. നമ്മുടെ നാട്ടിൽ 5 മണിക്കുള്ള ആ ക്രിക്കറ്റ് കളിയും വൈകുന്നേരം അമ്പലത്തിൽ നിന്നുള്ളൊരു പാട്ടും എന്നെ സംബന്ധിച്ച് അതൊക്കെ നല്ലോണം ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ വീക്കെൻഡ് ക്രിക്കറ്റ് കളി ഒരു ആശ്വാസമാണ്. അപ്പൊ നാട്ടിലത്തെ ക്രിക്കറ്റ് കളി മിസ് ചെയ്യുന്നവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറയും നിങ്ങൾ വിഷമിക്കണ്ട. അതാ വേറെ കാര്യം പറയാൻ വിട്ടുപോയി. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ 2 കളിയെ കളിച്ചിരുന്നാലും ഒന്നേ നമ്മൾ ജയിച്ചു. അങ്ങനെ കളിയെ കഴിഞ്ഞ് എല്ലാവർക്കും ടാറ്റ കൊടുത്ത് നമ്മൾ രാവിലെ ഇറക്കി വിട്ട ലഗേജിന് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. സംഭവം ഓൻ എടുക്കാൻ വേണ്ടി അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ എ ടീം എല്ലാ കളിയും ജയിച്ചിട്ടോ. അതിന്റെ സന്തോഷത്തിൽ സാബിർക്ക് എല്ലാവർക്കും ഒരു ഐസ്ക്രീം വാങ്ങി തന്നു. അങ്ങനെ കിട്ടിയ ഐസ്ക്രീമും കഴിച്ച് നേരെ വിട്ടു നമ്മളെ നാട്ടിൽ. ഐസ്ക്രീം കഴിച്ചിട്ടൊന്നും ഒന്നും ആയില്ല. അതുകൊണ്ട് തന്നെ ഒരു ജ്യൂസും ഒരു സാൻഡ്വിച്ചും എടുത്തിട്ട് ഞാൻ എന്റെ റൂമിക്കും പോയി. ഓലെല്ലാവരും ഓരോ റൂമിക്കും പറഞ്ഞിട്ടു. അപ്പൊ നമ്മളെ നാട്ടിലെ ക്രിക്കറ്റ് കളി മിസ് ചെയ്യുന്ന പ്രവാസികൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടാ. അപ്പൊ ഇന്നത്തെ വെള്ളിച്ച അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ഗൈസ്.